എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാന ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ്. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ധാരാരേഖിതമാക്കൽ. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ധാരാരേഖിതമാക്കൽ എന്നാണ് പറയുന്നത്. എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം കാൽഷ്യമാണ് എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം സോഡിയമാണ് മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം. കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നതുവരെ ദേശീയ മൃഗം ഏതായിരുന്നു? സിംഹം. കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നതുവരെ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹം ആയിരുന്നു. ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ലക്ഷ്യം വെച്ചിട്ടുള്ള കേരള സർക്കാർ പദ്ധതി അമൃതമാരോഗ്യം. ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ലക്ഷ്യം വെച്ചിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജന്തു വിഭാഗം അറിയപ്പെടുന്ന പേര് ഫോണ എന്നാണ് ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജന്തു വിഭാഗം അറിയപ്പെടുന്ന പേര്. ആരുടെ പ്രശസ്തമായ ചിത്രമായിരുന്നു ഗ്രാമീണ ജീവിതം? അമൃത ഷെർഗിലിൻ്റെ പ്രശസ്തമായൊരു ചിത്രമായിരുന്നു ഗ്രാമീണ ജീവിതം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വയനാട്ടിലേക്കുള്ള കുടിയേറ്റം ആധാരമാക്കി SK പൊറ്റക്കാട് രചിച്ച നോവൽ വിഷകന്യക എന്ന നോവലാണ് വയനാട്ടിലേക്കുള്ള കുടിയേറ്റം ആധാരമാക്കി SK പൊറ്റക്കാട് രചിച്ച നോവൽ. ആര് അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങി എന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്? VK കൃഷ്ണമേനോൻ അന്തരിച്ചപ്പോഴായിരുന്നു ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങിയെന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്. പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥം രചിച്ചത് വെട്ടം മാണിയുടെ രചനയാണ് പുരാണിക് എൻസൈക്ലോപീഡിയ. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കോഴിക്കോട് ജില്ലയാണ് സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി താരം C. ബാലകൃഷ്ണൻ. പർവ്വതാരോഹകനായ C. ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി താരം. സമ്പന്നമായ ഭൂമി എന്ന അർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേര് വഞ്ചിഭൂമി. സമ്പന്നമായ ഭൂമി എന്നർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേരാണ് വഞ്ചിഭൂമി. മാൻഡിൽ, അകക്കാമ്പ് എന്നിവയുടെ അതിർവരമ്പ് അറിയപ്പെടുന്ന പേര് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്നാണ് മാൻഡിൽ, അകക്കാമ്പ് എന്നിവയുടെ അതിർവരമ്പ് അറിയപ്പെടുന്ന പേര്. സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്ന കൃതിയുടെ കർത്താവ് VT ഭട്ടതിരിപ്പാട്. സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്ന കൃതിയുടെ കർത്താവ് VT ഭട്ടതിരിപ്പാടാണ്. ഏത് ഗ്രഹമാണ് ഭൂമിയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ശുക്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. പഞ്ചനദികൾ എന്നറിയപ്പെടുന്ന ബിയാസ് നദി, സത്ലജ്, ഝലം, ചെനാബ്, രവി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? സിന്ധു. പഞ്ചനദികൾ എന്നറിയപ്പെടുന്ന ബിയാസ് നദി, സത്ലജ്, ഝലം, ചെനാബ്, രവി എന്നിവ സിന്ധു നദിയുടെ പോഷക നദികളാണ്. ഇന്ത്യയിൽ
സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി ഏതാണ്? ഷിയോനാഥ്. ഷിയോനാഥ് നദിയാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം. ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മലയാളത്തിൽ ആദ്യത്തെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയുടെ രചയിതാവ് CV രാമൻപിള്ള. മലയാളത്തിൽ ആദ്യത്തെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയുടെ രചയിതാവ് CV രാമൻപിള്ളയാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? കീലിംഗ് കർവ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് കീലിംഗ് കർവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇടുക്കി ജില്ല രൂപം കൊണ്ട വർഷം 1972. 1972 ഇടുക്കി ജില്ല രൂപം കൊണ്ടത്. JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ. ആറന്മുള പൊന്നമ്മയാണ് JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത. വിറ്റാമിൻ B1 രാസനാമം തയമിൻ. തയമിൻ എന്നതാണ് വിറ്റാമിൻ B1 രാസനാമം. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പ്. ഇരുമ്പാണ് ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം. ഏതു വർഷമാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിക്കപ്പെട്ടത്? 1961. 1961 ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിൻ്റെ ഇബ്സൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് N. കൃഷ്ണപിള്ള. N. കൃഷ്ണപിള്ളയാണ് കേരളത്തിലെ ഇബ്സൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം സംഗീത നൈഷധം. സംഗീത നൈഷധമാണ് മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം. പവിഴമല്ലി എന്ന ചലച്ചിത്രം ആരെ പറ്റിയുള്ളതാണ്? സുഗതകുമാരി. പവിഴമല്ലി എന്ന ചലച്ചിത്രം സുഗതകുമാരിയുടെ ജീവിതത്തെക്കുറിച്ചുള്ളതാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആൽഫ്രഡ് വെഗ്നർ. ആൽഫ്രഡ് വെഗ്നറുടെ സിദ്ധാന്തമാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. ആൽഫ്രഡ് വെഗ്നർ. കേരളത്തിൽ ശാസ്ത്രീയമായ കൃഷിരീതികൾ നടപ്പിലാക്കിയ യൂറോപ്യന്മാർ ആരായിരുന്നു? ഡച്ചുകാർ. ഡച്ചുകാരായിരുന്നു കേരളത്തിൽ ശാസ്ത്രീയമായ കൃഷിരീതികൾ നടപ്പിലാക്കിയ യൂറോപ്യന്മാർ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ ടെക്ടോണിക് ബലങ്ങൾ. ടെക്ടോണിക് ബലങ്ങളാണ് ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. 1939 മെയ് ദിനം എന്ന കവിത എഴുതിയതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആരാണ്? R. സുഗതൻ. R. സുഗതനായിരുന്നു 1939 മെയ് ദിനം എന്ന കവിത എഴുതിയതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചത്. സിന്ധു നദീതര സംസ്കാര കേന്ദ്രങ്ങളായ കാലിബംഗൻ, രാഖി ഗാർഹി എന്നിവ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്? ഖഗ്ഗർ. സിന്ധു നദീതര സംസ്കാര കേന്ദ്രങ്ങളായിരുന്ന കാലിബംഗൻ, രാഖി ഗാർഹി എന്നിവ ഖഗ്ഗർ നദിയുടെ തീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഗംഗാജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കരാർ ഒപ്പുവെച്ച വർഷം 1996. 1996. 1996 ഗംഗാജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റ. ടീസ്റ്റ നദിയാണ് ഇന്ത്യയിലെ നദികളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് കോവിലൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് VV അയ്യപ്പൻ എന്നാണ്. കണ്ടാണിശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് കോവിലനാണ്. തെലുഗു ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണ. കൃഷ്ണ നദിയാണ് തെലുഗു ഗംഗ, അർദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി.
ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലം കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകളാണ് ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലം. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക്. ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹരിതഗൃഹ വാതകങ്ങൾ. ഹരിതഗൃഹ വാതകങ്ങൾ എന്നാണ് ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം 2013. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു? റാണി ഗൈഡിലിയു. റാണി ഗൈഡിലിയുനായിരുന്നു നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് ഒരു ടൺ ഡാഷിന് തുല്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 18 വയസ്സ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രിതം അറിയപ്പെടുന്നത് വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് എന്ന പേരിലാണ് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രിതം അറിയപ്പെടുന്നത്. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല ഏതാണ്? തൃശ്ശൂർ. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ളത്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരള നിയമസഭയിൽ 14 പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാണ് ഉള്ളത്. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണ്? 2. സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. കേരള നിയമസഭയിൽ 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ് ഉള്ളത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി ബി കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം ഏതാണ്? വ്യാഴവട്ട സ്മരണകൾ. വ്യാഴവട്ട സ്മരണകൾ എന്ന ഗ്രന്ഥമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി ബി കല്യാണിയമ്മ രചിച്ച ഗ്രന്ഥം. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ ഏതാണ്? അപ്സര. അപ്സരയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വ, വ്യാഴം. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ടാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. വ്യാഴമാണ് വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത ശുചിത്വ പദവി കൈവരിച്ച മുനിസിപ്പാലിറ്റി ഏതാണ്? വടകര. കോഴിക്കോട് ജില്ലയിലെ വടകര മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത ശുചിത്വ പദവി കൈവരിച്ച മുനിസിപ്പാലിറ്റി. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഷൊർണൂർ. ഷൊർണൂറാണ് കേരളത്തിലെ റെയിൽവേ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം. കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കബനി. കബനി നദിയാണ് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒഴുകുന്ന നദി. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ്. ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം. ലിപുലേഖ് ചുരം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് ലിപുലേഖ് ചുരം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ടതാണ് ഇറാനി ട്രോഫി. കേരളത്തിലെ ആദ്യ ആരോഗ്യ വകുപ്പ് മന്ത്രി
ഡോക്ടർ എ ആർ മേനോൻ. ഡോക്ടർ എ ആർ മേനോൻ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാട്. കുട്ടനാടാണ് കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? കാർട്ടോഗ്രാഫി. കാർട്ടോഗ്രാഫിയാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ. കാസ്റ്റിക് സോഡയുടെ pH മൂല്യം എത്രയാണ്? 12. 12 കാസ്റ്റിക് സോഡയുടെ pH മൂല്യം. ഏത് ജില്ല വിഭജിച്ചാണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്? കണ്ണൂർ. കണ്ണൂർ ജില്ല വിഭജിച്ചാണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള ആകെ ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ആകെയുള്ളത് 22 ഭാഷകളാണ്. വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഝാർഖണ്ഡ്. ഝാർഖണ്ഡാണ് വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിനു സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണത്തിനെതിരെ പ്രയോഗിക്കപ്പെടുന്ന ബലം 1N, 1 ന്യൂട്ടൺ. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിനു സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണത്തിനെതിരെ പ്രയോഗിക്കപ്പെടുന്ന ബലം 1 ന്യൂട്ടനാണ്. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലം ഏതാണ്? സ്ഥിത വൈദ്യുത ബലം. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലം അറിയപ്പെടുന്നത് സ്ഥിത വൈദ്യുത ബലം എന്നാണ്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് കുർക്കുമിൻ. കുർക്കുമിനാണ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്. കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ ആരാണ്? സിറിൽ റാഡ്ക്ലിഫ്. സിറിൽ റാഡ്ക്ലിഫാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ. ഹെപ്പാരിനാണ് രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ അറിയപ്പെടുന്നത് ക്വാർക്ക്. ക്വാർക്ക് എന്നാണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ ഡാഷ് എന്ന് പറയുന്നു? വ്യാപകമർദ്ദം. വ്യാപകമർദ്ദം ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ വ്യാപകമർദ്ദം എന്നാണ് പറയുന്നത്. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം ഏതാണ്? സിൽവർ നൈട്രേറ്റ് ലായനി. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തമാണ് സിൽവർ നൈട്രേറ്റ് ലായനി. കൃത്രിമ മാർഗത്തിലൂടെ ആദ്യം ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി. ജോസഫ് പ്രീസ്റ്റ്ലി ആയിരുന്നു കൃത്രിമ മാർഗത്തിലൂടെ ആദ്യം ജലം നിർമ്മിച്ചത്. കേരളത്തിൽ നിന്ന് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതം. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം. ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ റദ്ദ് ചെയ്ത വർഷം 1911. 1911 ബംഗാൾ വിഭജനം ബ്രിട്ടീഷുകാർ റദ്ദ് ചെയ്തത്. സില്ലി പോയിൻ്റ് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് സില്ലി പോയിൻ്റ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആയിരുന്നു വോയിസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പത്രം ആരംഭിച്ചത്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം 1998. 1998 കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡ്.
ഹൈഡ്രോസയാനിക് ആസിഡാണ് മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. തോൽ വിറക് സമരം നടന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡിലെ ചീമേനിയിലാണ് തോൽ വിറക് സമരം നടന്നത്. മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് മുതുകുളം പ്രസംഗം നടത്തിയത്. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ. കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം ലോണാർ തടാകം. ലോണാർ തടാകമാണ് ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികൾ. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളായിരുന്നു. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്താണ്? സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം ഏതാണ്? പവിഴം. പവിഴമാണ് വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം. ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിലുള്ളത് ഏതാണ്? എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ ആണ് ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിൽ ഉള്ളത്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം സ്വീകരിച്ച സംഘടന യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം സ്വീകരിച്ച സംഘടന. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.